നമ്മുടെ ബിസിനസിൻ്റെ അകത്ത് ചെലവില്ലാതെ നമ്മൾ ഈ പഠിക്കുന്ന എല്ലാത്തിൻ്റെയും പ്രത്യേകത നോക്കുക. 1 രൂപ അഡീഷണൽ ഇറക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ചെലവില്ലാതെ എങ്ങനെ നമ്മളുടെ ബിസിനസ് മികച്ചതാക്കാം, എങ്ങനെ നമ്മളുടെ പ്രോഫിറ്റ് കൂട്ടാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 13 അസറ്റുകളാണ് ഉള്ളത്, അസറ്റ് ലിവേഴ്സ് ആണുള്ളത് എന്ന് നമ്മൾ പഠിച്ചു. അതിൻ്റെ അകത്ത് ഒന്നാമത്തത് നമ്മൾ പഠിച്ചത് യൂട്ടിലൈസേഷൻ. എക്സിസ്റ്റിംഗ് ആയിട്ട് നമ്മളുടെ കയ്യിലുള്ള ഡേറ്റാബേസ്, ടീം, ടൈം, മണി, ഓഫീസ്, ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം മാക്സിമം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, അത് കൂടുതൽ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. 2, സക്സസ്ഫുള്ളായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെയൊക്കെ എങ്ങനെ റിപ്പീറ്റേഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റും. റിപ്പീറ്റ് വാട്ട് വർക്ക്സ്, റിപ്പീറ്റ് സക്സസ്ഫുൾ ആക്ഷൻസ്, അത് നമ്മൾ പഠിച്ചു. 3 നമ്മൾ പഠിച്ചത് റിപ്പീറ്റേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ബ്യൂട്ടിഫിക്കേഷൻ, അതെങ്ങനെ മനോഹരമാക്കാം എന്നുള്ളത് നമ്മൾ പഠിച്ചു. മേക്ക് യുവർ സ്റ്റഫ് ലുക്ക് നൈസർ. 4 നമ്മൾ പഠിച്ചത് ഒപ്റ്റിമൈസേഷൻ, അല്ലേ? നമ്മളത് ഏറ്റവും മികച്ച രീതിയിൽ നമ്മൾ കരിമ്പിൻ ജ്യൂസ് ഉണ്ടാക്കുന്ന പോലെ അവസാനത്തെ നീരും അതിൽ നിന്ന് ഊറ്റിയെടുക്കാനായിട്ട് നമ്മൾ 4 അസറ്റ് ലിവറിൽ കൂടി പഠിച്ചു. 5 നമ്മൾ പഠിച്ചത് എക്സ്പാൻഷൻ, പുതിയ ഒരു മാർക്കറ്റിലേക്ക് എങ്ങനെ പെനിട്രേറ്റ് ചെയ്ത് കയറണം, എക്സിസ്റ്റിംഗ് റിസോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട്, എക്സിസ്റ്റിംഗ് അസറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് പുതിയൊരു മാർക്കറ്റിലേക്ക് എങ്ങനെ പെനിട്രേറ്റ് ചെയ്യണം എന്നും നമ്മൾ പഠിച്ചു. നമ്പർ 6 ഇന്നലെ നമ്മൾ പഠിച്ചത് 6 ലിവറായ ഡ്യൂപ്ലിക്കേഷൻ. എന്തായിരുന്നു ഡ്യൂപ്ലിക്കേഷൻ? ക്ലോൺ വാട്ട് വർക്ക്സ്. ഒരു കാര്യം, ഒരു പ്രോട്ടോടൈപ്പ് സെറ്റ് ചെയ്യുന്നു, ആ പ്രോട്ടോടൈപ്പ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, അത് ഏറ്റവും മികച്ച രീതിയിലേക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ലോൺ ചെയ്യുന്നു, അതിന്റെ ഡ്യൂപ്ലിക്കേഷൻ നടത്തുന്നു. അല്ലെങ്കിൽ നമ്മൾ ഇന്നലെ വളരെ ഡീറ്റെയിൽഡ് ആയി ഫ്രാഞ്ചൈസി ബിസിനസ് മോഡലിനെ കുറിച്ച് പഠിച്ചു. അസറ്റ് ലിവർ നമ്പർ 7. അസറ്റ് ലിവർ നമ്പർ 7. 7 അസറ്റ് കോമ്പിനേഷൻ. അല്ലെങ്കിൽ ബണ്ടിൽ ദം ടുഗദർ. കോമ്പിനേഷൻ. 7 അസറ്റ് ലിവർ. നമ്മളുടെ ബിസിനസിന്റെ അകത്ത് നമുക്ക് കുറച്ച് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസുകൾ കാണും. ഇതിപ്പം പ്രൊഡക്ട്സ് ആയിരിക്കും, അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സർവീസുകളും കാണും. അപ്പോൾ പല പ്രൊഡക്ട്സ് ഉണ്ടാവും. P1, P2, P3, P4, P5, P6, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രൊഡക്റ്റ് നമുക്കുണ്ടാവും. പലതരം സർവീസുകൾ നമുക്കുണ്ടാവും. S1, S2, S3, S4, X5. വാട്ട് ഈസ് അസറ്റ് ലിവർ നമ്പർ 7? കോമ്പിനേഷൻ. നമ്മൾ നോക്കുകയാണ്, ഇതിൽ കസ്റ്റമർക്ക് ഉപകരിക്കുന്ന രീതിയിൽ, കസ്റ്റമറുടെ അപ്കമിങ് ആവശ്യങ്ങൾ അനുസരിച്ച് ഇതിനെ എങ്ങനെ കമ്പൈൻ ചെയ്യാം, കോമ്പിനേഷൻ കൊണ്ടുവരാം, ബണ്ടിലാക്കാം. ബണ്ടിൽ എന്താ? കൂട്ടിക്കെട്ടാം. അപ്പൊ നമുക്ക് തോന്നുകയാണ് ഈ P1ഉം P5ഉം കൂടെ ചേർത്തിട്ട് ഒരു കോംബോ പാക്ക് ഉണ്ടാക്കാം. അല്ലെങ്കിൽ S4ഉം S5ഉം കൂടെ ചേർത്ത്, സർവീസ് 4ഉം സർവീസ് 5ഉം കൂടെ ചേർത്ത് ഒരു ബണ്ടിൽ ഉണ്ടാക്കാം. അല്ലെങ്കിൽ P1ഉം P2ഉം P3യും കൂടെ ചേർത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു കോംബോ പാക്ക് ഉണ്ടാക്കാം, ഒരു ബണ്ടിൽ ഉണ്ടാക്കാം. കോമ്പിനേഷൻ, കമ്പൈൻ ഇറ്റ് ടുഗദർ. ഇനി അതല്ല, നമ്മളുടെ ഒരു P3 എന്ന് പറയുന്ന പ്രൊഡക്റ്റും S4 എന്ന് പറയുന്ന സർവീസും കൂടെ എങ്ങനെ നമുക്ക് ബണ്ടിൽ ചെയ്യാം, എങ്ങനെ കമ്പൈൻ ചെയ്യിപ്പിക്കാം? ഇതിന്റെ ഗുണം എന്താ? ഒരേ കസ്റ്റമറിൽ നിന്ന് ഇരട്ടി പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. സോ ഏതൊക്കെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഏതൊക്കെ സർവീസുകൾ അല്ലെങ്കിൽ ഏതൊക്കെ പ്രൊഡക്റ്റും സർവീസും കൂടെ നമുക്ക് ബണ്ടിൽ ചെയ്യാം? നമുക്ക് നോക്കാം എന്തൊക്കെ പ്രൊഡക്റ്റുകൾ, എന്തൊക്കെ സർവീസുകൾ കമ്പൈൻ ചെയ്തിട്ടുള്ള എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കാറുണ്ട് എന്ന് നമുക്ക് നോക്കാം. ഈ പറഞ്ഞ രീതിയിലുള്ള പ്രൊഡക്ട്സ് P1, P2, P3, P4, P5, P6, ഇങ്ങനെ പല പ്രൊഡക്ട്സ്, S1, S2, S3, S4,
S5, S6 അങ്ങനെ പല സർവീസുകൾ. നമ്മൾ KFC ചെല്ലുന്നു. നമ്മൾ ചെല്ലുന്നത് P1 എന്ന് പറയുന്ന ഫ്രൈഡ് ചിക്കൻ എന്ന് പറയുന്ന ആ ചിക്കൻ കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ KFC കയറുന്നത്. കയറി കഴിയുമ്പോൾ നമുക്കറിയാം അവിടെ അങ്ങനൊരു സാധനം ഇല്ല. ചിക്കൻ മാത്രമായിട്ട് കിട്ടുന്ന ഒരു സാധനം ഇല്ല. പകരം എന്താണ്? ഫ്രൈഡ് ചിക്കൻ. എത്ര പീസ് വേണം സാറേ? അത് നമുക്കൊരു 4 പീസ് വേണം. ഓക്കെ, 4 ഉണ്ട്, 8 ഉണ്ട്, 12 ഉണ്ട്, 20 ഉണ്ട്. ഓ ഓ അങ്ങനെയാ അല്ലേ? 4 എണ്ണം. ഓക്കെ, അപ്പം P4 തന്നെ, P1 തന്നെ 4 എണ്ണം. ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ ആ 4 എണ്ണത്തിന്റെ എടുക്കും. 4 എണ്ണം എടുക്കാം സാർ. ഓക്കെ ഓക്കെ ഓക്കെ. അല്ല, ഇതൊക്കെ എന്തുവാ? അല്ല സാറേ, ഇതൊരു കോംബോയാണ്. ഇതിന്റെ 4 പീസിന്റെ പേരെന്ന് പറയുന്നത് ഡിന്നർ മീൽ എന്നാണ് ഇതിന്റെ പേര്. അപ്പം ഇതിന്റെ ഒപ്പം നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് വരുന്നുണ്ട്. ഇതിന്റെ ഒപ്പം തന്നെ മറ്റ് ഒരു കോക്ക് വരുന്നുണ്ട്. ഇതിന്റെ ഒപ്പം തന്നെ ഇന്ന കാര്യങ്ങൾ വരുന്നുണ്ട്. ഇത് ഇത്രയും കൂടെ ചേരുന്നതാണ് സാറേ ഈ ഡിന്നർ മീൽ എന്ന് പറയുന്നത്. അങ്ങനെയല്ലേ? അന്ന് എടുത്തു. അരസിക്കാം. നമുക്ക് കിട്ടുന്ന എന്താ? കോമ്പിനേഷൻ, കോംബോ, ബണ്ടിൽ. മെക്ഡൊണാൾഡ്സിൽ ചെല്ലുന്നു, ഒരു ബർഗർ വേണം. അപ്പൊ തന്നെ അടുത്തത് ഫ്രൈസ്, അതിൻ്റെ ഒപ്പം കിട്ടുന്ന മറ്റ് ഒരു കോക്ക്, എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു കോംബോയാണ് നമുക്ക് കിട്ടുന്നത്. ഈ ബുക്ക് മൈ ഷോയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ടിക്കറ്റ് എന്ന് പറയുന്ന ഒരു സർവീസാണ് എടുക്കുന്നത്. ഈ സർവീസിൽ കയറി കഴിയുമ്പോൾ അവർ ചോദിക്കും ഏത് സിനിമയാണ്? അത് ഇന്ന സിനിമ. ഏത് തിയേറ്ററാണ്? ഇന്ന തിയേറ്റർ. ഓക്കെ, അതിൽ ഏത് ടൈമാണ്? അത് ഇന്ന ടൈം. അതിൽ ഏത് സീറ്റാ വേണ്ടത്? ഈ സീറ്റുകളാണ് വേണ്ടത്. സീറ്റ് സെലക്ഷൻ കഴിഞ്ഞാൽ ആ സീറ്റിന്റെ പൈസ കൊടുക്കാൻ സമ്മതിക്കത്തില്ല. പോകുന്നത് എങ്ങോട്ടാ? നേരെ പോകുന്നത് അവരുടെ പ്രൊഡക്റ്റ് ലിസ്റ്റിലേക്കാണ് പോകുന്നത്. അപ്പോഴേ എന്തൊക്കെയാണ് നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടത്? അത് എന്തൊക്കെയാ ഉള്ളത്? അത് നമുക്ക് പോപ്കോൺ ഉണ്ട്, നാച്ചോസ് ഉണ്ട്, നമുക്ക് ചിക്കൻ്റെ ഐറ്റംസ് ഉണ്ട്, നമുക്ക് ബർഗർ കിട്ടുന്നുണ്ട്. ഓക്കെ, എന്താ വേണ്ടേ? അപ്പം മായ, എന്തൊക്കെയാ നിനക്ക് വേണ്ടേ? അതെനിക്കൊരു നാച്ചോസ് വേണം. പപ്പുണ്ണി, എനിക്ക് പോപ്കോൺ വേണം. കുഞ്ഞുട്ട, എനിക്ക് കിറ്റ്കാറ്റ് വേണം. ഓക്കെ, ഞാൻ എന്ത് ചെയ്യും? 2 ബോട്ടിൽ വെള്ളം കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യും. ഞാൻ പോയത് ടിക്കറ്റ് എടുക്കാൻ. 4 പേരുടെ ടിക്കറ്റിന് 1000 രൂപ. പക്ഷേ ഞാൻ പേയ്മെന്റ് കൊടുക്കുമ്പോൾ 3300 രൂപ, അല്ലെ 4000 രൂപ. കാരണം എന്താ? ഇതിൻ്റെ ഒപ്പം വരേണ്ട മറ്റ് സാധനങ്ങളും കൂടെ ചേർത്ത് ഒരു കോംബോ ആയിട്ട്. ഇതിന്റെ ഗുണം എന്താ? നമ്മൾ ചെല്ലുമ്പോൾ, നമ്മൾ തിയേറ്ററിൽ ചെന്നിട്ട് പിന്നെ അവിടെ ക്യൂ നിൽക്കണ്ട. ഈ ഫുഡ് മേടിക്കാൻ നമ്മളുടെ മൂവിയുടെ ടൈം അനുസരിച്ച് ഇന്റർവെൽ ടൈമിൽ നമ്മളുടെ ഓർഡർ ചെയ്തിരിക്കുന്ന സാധനം അവിടെ പാക്ക് ചെയ്ത് വെച്ചിരിക്കും. നമ്മൾ ചെല്ലുക, ബാർകോഡ് കാണിക്കുക, സാധനം എടുത്തുകൊണ്ട് പോരുക. അത് ചെയ്തിട്ടില്ലാത്തവർ അവിടെ പോയി ക്യൂ നിന്ന്, അപ്പോൾ ആ സിനിമയുടെ ആ ഫ്ലോ നഷ്ടപ്പെടുന്ന രീതിയിൽ. ഇനി അത് ചെയ്യുകയാണെങ്കിൽ സീറ്റിൽ വേണമെങ്കിൽ അവർ കൊണ്ടു തന്നോളൂ, നമ്മൾ ഇരിക്കുന്നിടത്ത് കൊണ്ടു തന്നോളൂ. അപ്പം KFCയിലും മെക്ഡിയിലും തിയേറ്ററിലും നമ്മൾ കണ്ടു കോമ്പിനേഷൻ. അപ്പൊ കോജ നീ ഒരു റൂം എടുക്കുകയാണ് ഒരു ഹോട്ടലിൽ. എടുത്തത് അവരുടെ ഒരു സർവീസാണ്, ഒരു റൂമാണ്. അവരെന്താ തരുന്നേ? അവർ പറയുന്ന ഒരു പേര് കോമ്പിനേഷൻ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അല്ല, പറയുന്നത് കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് എന്നാ പറയുന്നത്. ഇതെന്താണ്? അവരുടെ ഒരു പ്രൊഡക്റ്റ് ആണ്. ഈ റൂം എന്ന സർവീസും ഈ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്ന പ്രൊഡക്റ്റും കൂടെ ചേർത്ത് അവരൊരു പ്രൈസ് ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ്. അതാണ് അവിടുത്തെ കോമ്പിനേഷൻ. ഇനി റിസോർട്ടാണ് എടുക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് റിസോർട്ടിന്റെ അകത്താകുമ്പോൾ നമ്മൾ പുറത്തു പോയി ഫുഡ് കഴിക്കാറില്ല, അതിൻ്റെ അകത്ത് തന്നെ ആയിരിക്കും. അപ്പൊ അവരെന്ത് ചെയ്യും? ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, ഇനി ലഞ്ചും കൂടെ ചേർത്താണെങ്കിൽ ഇന്നതായിരിക്കും പാക്കേജ്, ഡിന്നറും കൂടെ ചേർത്താണെങ്കിൽ ഇന്നതായിരിക്കും പാക്കേജ്, അല്ലെ ആരിസിക്ക? അവരെന്ത് ചെയ്യും? ആ കസ്റ്റമറെ കൊണ്ട് പ്രീ ബുക്കിംഗ് തന്നെ ചെയ്യിപ്പിക്കും ത്രൂ കോമ്പിനേഷൻ. ഇനി നമ്മളുടെ ഒരു ഹോട്ടലിലേക്ക് നമ്മൾ ചെല്ലുന്നു. അപ്പം അവർ പറയാണ്, സാർ നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് അലാകാർട്ട് ഉണ്ട്, ഒന്ന് ബുഫേ ഉണ്ട്. എന്താണ് ബുഫേ? ബുഫേ എന്ന് പറയുമ്പോൾ സാർ 1200 രൂപ പെർ ഹെഡ്. ഓക്കെ ഓക്കെ, ഗുഡ്, ശരി. അലാകാർട്ടിന്റെ മെനു കൊണ്ടുവരുമ്പോൾ ഈ 1200ന്റെ മെനുവിന്റെ അകത്ത് നമുക്ക് 20 ഐറ്റംസ് ഉണ്ടെങ്കിൽ
ഈ 1200 എന്ന് പറയുന്ന സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ മേടിക്കുകയാണെങ്കിൽ 3 ഐറ്റംസ് മാത്രമേ 1200 രൂപയ്ക്ക് കിട്ടൂ. 2 ബിരിയാണിയും 2 ജ്യൂസും പറഞ്ഞു കഴിയുമ്പോഴത്തേക്കിന് ഈ ബുഫേ അപ്പുറത്ത് ഇക്വലന്റ് ആവും. എന്താണ് ഇവർ ചെയ്യുന്നത്? ഈ 20 ഐറ്റംസും കൂടെ ചേർത്തിട്ട് ഒരു കോംബോ, അതാണ് ബുഫേ ലഞ്ച് അല്ലെങ്കിൽ ഡിന്നർ. അവിടെ എന്താ എൻഷുർ ചെയ്യുന്നത്? ഹോട്ടലുകാർ എന്താ എൻഷുർ ചെയ്യുന്നത്? അവരുടെ എല്ലാ പ്രൊഡക്റ്റും ഒരുപോലെ ആ കസ്റ്റമർ എടുക്കുന്നു. വന്ദേ ഭാരത് ടിക്കറ്റ് എടുക്കുമ്പോൾ എന്താണ്? ആ യാത്രാ ടിക്കറ്റ് മാത്രമല്ല, അതിൻ്റെ ഒപ്പം ഫുഡും കൂടെ നമുക്ക് അതിനുള്ള പൈസയും കൂടെ നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നുണ്ട്. ആ ഫുഡ് നമുക്ക് തരുന്നുണ്ട്. അത് നമുക്ക് സെലക്ട് ചെയ്യാം, വെജ് വേണോ നോൺ വെജ് വേണോ. ഞാൻ മായയായിട്ട് ഒരു ജ്വല്ലറി ചെല്ലുന്നപ്പോഴത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവിടെ ചെന്നപ്പോ അവക്ക് ഒരു നെക്ലസ് ഇഷ്ടപ്പെട്ടു. ആ നെക്ലസ് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അന്ന് അതെടുത്ത് വെച്ച് എല്ലാം നോക്കി, എല്ലാം സെറ്റായി കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇതിന്റെ സൈഡിൽ ഒരു കുഞ്ഞൻ സാധനം തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. ഇതേ നെക്ലസിന് മാച്ചിങ് ആയിട്ടുള്ള കമ്മല്. ഇതിന്റെ ഇവിടെ ഒരു സാധനം വെച്ചിട്ടുണ്ടായിരുന്നു, ഇതേ നെക്ലസിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു മോതിരം. ഇതിന്റെ ഇപ്പുറത്ത് വേറൊരു സാധനം വെച്ചിട്ടുണ്ടായിരുന്നു, അവളുടെ നെക്ലസിന് മാച്ചിങ് ആയിട്ടുള്ള, എനിക്ക് മാച്ചിങ് ആയിട്ടുള്ള മോതിരം. ഈ മാല ഇഷ്ടപ്പെട്ടു. അപ്പൊ അടുത്തത് അവന്മാരുടെ ചോദ്യം ഇതാണ്, അയ്യോ അല്ല, ഇതിന്റെ ഒപ്പം ഇതും കൂടെ ഉണ്ടെങ്കിലേ അതിനൊരു, ഈ സാധനം കൊണ്ടുപോയി മറ്റൊരു ഷെൽഫിൽ, കമ്മലുകൾ മാത്രം വെച്ചിരിക്കുന്ന ഷെൽഫിൽ ഇത് വെച്ചിരുന്നെങ്കിൽ എത്ര കസ്റ്റമർ ഇത് മേടിക്കും? എൻ്റെ ചോദ്യം ഇതാണ്. ഈ നെക്ലസിന്റെ ഒപ്പം ഇതൊരു കോമ്പിനേഷനായി കാണിക്കുന്നതാണോ കൂടുതൽ കച്ചവടം നടക്കുന്നത്, അതോ ഇത് രണ്ടും 2 ഷെൽഫിൽ 2 കൗണ്ടറിൽ 2 സെയിൽസുകാർ ഡീൽ ചെയ്യുന്നിടത്താണോ എൻ്റെ കച്ചവടം നടക്കുന്നത്? നമ്മുടെ ബിസിനസ്സിൽ, നമ്മളുടെ ഷോപ്പിൽ നമ്മൾ കാണാത്ത എന്തെല്ലാം ബണ്ടിലുകൾ ഇരിപ്പുണ്ട്. ഇപ്പൊ ഇവിടെ കുറെ പേര് പ്രോഗ്രാമിൽ, അതായത് മെയ് 28 കൊച്ചിയിലെയോ അല്ലെങ്കിൽ ദുബൈയിലെയോ 1 ഡേ പ്രോഗ്രാമിൽ വരുന്നവർക്ക് അതുവരെയുള്ള കിങ്സ് ക്ലബ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം. ഇപ്പൊ ഇവിടെ കുറെ പേര് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താ അത്? ആ പ്രോഗ്രാമിന് വരുന്നവർക്ക് ഇത് കോംബോ, ആ ഡേറ്റ് വരെയുള്ള കിങ്സ് ക്ലബിന്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാം. കോമ്പിനേഷൻ ആയിരുന്നു. ആരിസിക്ക, എനിക്ക് ദുബൈയിൽ നിന്ന് കൊച്ചിക്ക് പോകണം, ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നേരം booking.com എന്നോട് ചോദിക്കുന്നത് ആദ്യത്തെ ചോദ്യം ഇതാണ്, എന്നാണ് റിട്ടേൺ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 2 വേ ടിക്കറ്റ് അങ്ങ് എടുക്കാമെങ്കിൽ റേറ്റ് കുറഞ്ഞിരിക്കും. ഒരു ഷാംപൂ മേടിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഒറ്റ പാക്കറ്റാക്കി ക്ലബ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും കണ്ടീഷണർ. കാരണം എന്താ? ഷാംപൂ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടീഷണർ യൂസ് ചെയ്യണം. ഇത് രണ്ടും കൂടെ ഒറ്റ പാക്കറ്റായിട്ട് വെക്കുന്നതായിരിക്കുമോ കച്ചവടം കൂടുന്നത്? ഒരിടത്ത് ഷാംപൂവും മറ്റൊരു ഷെൽഫിൽ കണ്ടീഷണറും വെക്കുകയാണ്. വാട്ട് ഈസ് ദ പോസിബിലിറ്റി ഓഫ് കസ്റ്റമർ ടേക്കിംഗ് ദ സെയിം പ്രൊഡക്റ്റ് ഫ്രം ദ അതർ ഷെൽഫ്? അവര് ഇവിടെ നിന്ന് എടുക്കുന്നത് സൺസിൽക്കിന്റെ ഷാംപൂ ആയിരിക്കും, അപ്പുറത്ത് പോയിട്ട് സൺസിൽക്കിന്റെ തന്നെ കണ്ടീഷണർ എടുക്കണമെന്ന് നിർബന്ധമില്ല. കണ്ടീഷണർ തന്നെ എടുക്കണമെന്ന് നിർബന്ധമില്ല, ഇതേ ബ്രാൻഡിന്റെ തന്നെ എടുക്കണമെന്ന് നിർബന്ധമില്ല. അതേസമയം ഇത് രണ്ടും കൂടെ ചേർത്തൊരു ബണ്ടിലാക്കിയിട്ട് അതിന്റെ ഒരു സ്റ്റിക്കറിംഗ് ഒക്കെ കൊടുത്തിട്ട് കോംബോ പാക്ക് എന്ന് കാണിച്ചു കഴിയുമ്പോൾ നമ്മൾക്ക് തന്നെ, നമ്മൾ പ്രൈസ് കമ്പയർ ചെയ്ത് നോക്കാതെ തന്നെ നമുക്ക് തോന്നാറുണ്ട്, എന്ത്, ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ എന്തെങ്കിലും വില കുറയുമായിരിക്കും എന്നൊരു തോന്നൽ നമുക്ക് വരുന്നുണ്ട്. ശരിയാണോ? കോമ്പിനേഷൻ. ആരിസിക്ക, നമ്മൾ നാട്ടിലേക്ക് പോകാനായിട്ട് നമ്മൾ പ്രവാസികൾ ചെന്ന് ലുലുവിലോ കാരിഫോറിലോ ചെന്ന് കയറിയിട്ട് നമ്മൾ സോപ്പ് മേടിക്കുക. എങ്ങനെയാ സോപ്പ് കിട്ടുന്നത്? എ പാക്ക് ഓഫ് 6, പാക്ക് ഓഫ് 8, പാക്ക് ഓഫ് 12 ബണ്ടിലാണ് കിട്ടുന്നത്. ശരിയല്ലേ? നമ്മൾ പ്രവാസികൾ നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരു ബണ്ടിൽ സോപ്പ് വീതം എടുത്തിടുന്നത് കൊണ്ടാണ് നാട്ടിലെത്തുമ്പോൾ ഇത് 10, 25, 30 സോപ്പ് കാണും നമ്മളുടെ പെട്ടിക്കകത്ത്. ഇത് ഇൻഡിവിജ്വൽ ആയിട്ടാണ് നമ്മൾ പെറുക്കിയിടുന്നെങ്കിൽ കൂടിപ്പോയ 5 എണ്ണം, അങ്ങറ്റം പോയ 10 എണ്ണം. ആ 10 സോപ്പിന്റെ കച്ചവടം നടക്കേണ്ട സമയത്ത് വെറും 6 എണ്ണവേ എടുത്തിടുന്നുള്ളൂ കൊട്ടയ്ക്കകത്തേക്ക്.
പക്ഷെ ഇത് ബണ്ടിലാണെന്ന് കസ്റ്റമർ ഓർക്കുന്നില്ല. അതേസമയം 10 എടുക്കുമ്പോഴത്തേന് ഓ ഇത്രയും സോപ്പ് എന്തിനാടി, മറ്റേത് എടുക്കുമ്പോഴത്തേന് സോപ്പൊന്നും എടുത്തില്ലയോ. ഇതിന്റെ ഗുണം എന്താണെന്നൊന്ന് ആലോചിച്ച് നോക്കി. ഒരു പേസ്റ്റിന് 100 രൂപയായിരിക്കും. ഈ 100 രൂപയുടെ സ്ഥാനത്ത് ഇവർ 6 ചേർത്തിട്ട് 580 രൂപയ്ക്ക് വിറ്റിരിക്കുക, 600 പകരം 20 രൂപ കുറച്ചിട്ട്. ഇത് ഇനി ഞാൻ സ്ഥിരം ഒരേ പേസ്റ്റ് തന്നെയാണ് മേടിക്കുന്നതെന്ന് ഇരുന്നോട്ടെ, അങ്ങനെയാണെങ്കിൽ പോലും 1 വർഷം കൊണ്ട് ഞാൻ അവർക്ക് കൊടുക്കേണ്ടതാണ് 580 രൂപ അല്ലെ 600 രൂപ. ഇവിടുത്തെ ഗുണം എന്താ? ഒറ്റ ദിവസം അടുത്ത 1 വർഷത്തേക്ക് ഉപയോഗിക്കാനുള്ള പേസ്റ്റ് ഞാൻ അഡ്വാൻസ് ആയിട്ട് മേടിക്കുന്നു, അവർക്ക് അത്രയും ക്യാഷ് ഫ്ലോ കിട്ടുന്നു. അടുത്ത 6 മാസം കൊണ്ട് ഞാൻ മേടിക്കേണ്ട സാധനം ഒറ്റ തവണ കൊണ്ട് മേടിക്കുമ്പോൾ അടുത്ത 1 വർഷത്തേക്ക് ഞാൻ ഉപയോഗിക്കേണ്ട സാധനത്തിന്റെ പേയ്മെന്റ് ഞാൻ അപ്ഫ്രണ്ട് കൊടുക്കുകയാണ് കസ്റ്റമർക്ക്, ഐ മീൻ കമ്പനിക്ക്. എന്താ ഇതിന്റെ പിന്നിൽ? അസറ്റ് ലിവർ. എന്തെങ്കിലും എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ടി വരുന്നുണ്ടോ ഈ കോംബോ ഉണ്ടാക്കാൻ? കയ്യിലുള്ള സാധനം തന്നെ, നമ്മുടെ കയ്യിൽ, നമ്മുടെ ഷെൽഫിൽ, നമ്മളുടെ വെയർഹൗസിലുള്ള സാധനത്തിനെ തന്നെ ഒരു കോംബോ ആക്കി മാറ്റുന്നു. ഇനി സെയിം പ്രൊഡക്റ്റ് തന്നെ നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ സോപ്പിന്റെയോ പേസ്റ്റിന്റെയോ കൂട്ട്, ഷാംപൂ 2 ഷാമ്പു. എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് കസ്റ്റമർക്ക് ഈ 2 ഷാമ്പു അറ്റ് എ ടൈം? ഉപയോഗിച്ച് തീരാനാണിത്? പക്ഷെ നമ്മുടെയൊക്കെ വീട്ടിൽ മേടിക്കുന്നത് ആ 2 മേടിച്ച് 1 കൊണ്ടുപോയി, അല്ല 2 കൊണ്ടുപോയി ആ മേശയ്ക്കകത്ത് വെച്ചേക്കും. ആ കമ്പനിക്ക് എന്താണത്? അവന്റെ ക്യാഷ് ഫ്ലോ ആണ്. അതവന്റെ ക്യാഷ് ഫ്ലോ ആണ്. ഉണ്ണിയേട്ടനെ പോലുള്ള നാട്ടിലെ കച്ചവടക്കാർ മാത്രമേ ഉള്ളൂ ഇപ്പോഴും ബെഡ്റൂമിലെ ബെഡ് മാത്രം, കട്ടില് മാത്രം വിൽക്കുന്നത്. മറ്റ് ഇവിടെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇപ്പൊ ഒന്നേ ഉള്ളൂ ചോദ്യം: ബെഡ്റൂം സെറ്റ് ആണോ വേണ്ടത്? ലിവിംഗ് റൂം സെറ്റ് ആണോ വേണ്ടത്? കിച്ചൺ സെറ്റ് ആണോ വേണ്ടത്? സെറ്റാണ്. ഇവിടെ കട്ടില് മാത്രമായിട്ട് കിട്ടത്തില്ല. ഈ കട്ടിലിന്റെ ഒപ്പം ഇതിന്റെ സൈഡ് ടേബിൾ ഉണ്ടാകും, ഇതിന്റെ ഒപ്പം തന്നെ ഇതേലിടുന്ന ബെഡ് ഉണ്ടാകും, ഇതിന്റെ ഒപ്പം തന്നെ ഇതിന്റെ പില്ലോ ഉണ്ടാകും. ഇത് ഇത്രയും കൂടെ ചേർത്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുക. അതിലെ ബെഡ്ഷീറ്റുകൾ ഉൾപ്പെടെ ആണോ ആരിസിക്കാം. അതിലേതെങ്കിലും ഒരു സാധനം ഇല്ലാതെ അത് മേടിക്കാൻ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അയ്യോ ആ ബെഡ്ഷീറ്റ് ഇല്ലെങ്കിൽ ഇവളുമാർ അവിടെ നിന്ന് തലയൊറിയും. ചേട്ടാ ആ ബെഡ്ഷീറ്റ് ഇടുമ്പോഴാണ് അതിനൊരു ഭംഗി. ആ സൈഡ് ടേബിളും കൂടെ ഉണ്ടെങ്കിലേ. നമ്മളുടെ പഴയ വീടുകളിൽ എവിടെങ്കിലും സൈഡ് ടേബിൾ ഉണ്ടായിരുന്നോ? എന്താ ഈ സൈഡ് ടേബിൾ? കോമ്പിനേഷനാ, ആരുടെയോ തലയിൽ തോന്നിയതാണ്. ഈ മൊബൈലൊക്കെ വന്നതിന് ശേഷം ഇത് എവിടെയെങ്കിലും ഒന്ന് വെക്കണമല്ലോ. അപ്പൊ എന്താക്കി? അതിനെ ഒരു കോംബോ ആക്കി മാറ്റി. ബെഡ്റൂം സെറ്റ് ബണ്ടിൽ കോമ്പിനേഷൻ ആക്കി. റെസ്റ്റോറന്റിലേക്ക് ചെന്നാൽ എന്താ അവിടെ എന്താ നടക്കുന്നത്? ഫാമിലി പാക്ക്. മന്തി എങ്ങനെയാ തരുന്നേ? ഫുൾ മന്തി, ക്വാർട്ടർ മന്തി, ഹാഫ് മന്തി, പൈന്റ് മന്തി, എന്താ ഇല്ലാത്ത മന്തി? സാധനത്തിന്റെ അകത്തുണ്ട്. നമ്മള് എയർപോർട്ടിലോട്ട് ചെന്നാൽ മതി, കോംബോ കാണാൻ പറ്റും. സാറേ ഇത് 3 കൂടെ ചേർത്തെടുക്കുകയാണെങ്കിൽ ഇത്ര. നമ്മള് റെസ്റ്റോറന്റിൽ കയറുമ്പോ ഇപ്പൊ ഒരു പ്രത്യേക സാധനം കാണാം: കിഡ്സ് മെനു, കിഡ്സ് മീൽസ്. ഇടും മെക്ഡിയുടെ ഒരു മെക്സിക്കൻ മേടിച്ചിട്ട് നമ്മളിപ്പം, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, മെക്ഡിയിൽ ഒരു ഓഫറല്ല, കിഡ്സ് മീൽ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇതേ കുഞ്ഞൂട്ടം കഴിക്കും. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഇതേ മെക്സിക്കൻ ഇതിൻ്റെ അകത്ത് എന്തുണ്ടാവും? നമ്മുടെ കിൻഡർ ജോയ്ക്കകത്ത് വരുന്ന പോലെ ഒരു ടോയ് ഉണ്ടാവും. ഇതിൻ്റെ ഒപ്പം ഒരു പാക്കറ്റ് ജ്യൂസ് ഉണ്ടാവും. ഇതിനെ ഒരു പേരിട്ടു കിഡ്സ് മീൽ. ഈ സാധനം ഏതാ? മെയിൻ മെനുവിന്റെ അകത്തെ P3 പ്രൊഡക്റ്റ് 3 ആയ മെക്സിക്കൻ. ഇതാണ് ഇതിൻ്റെ അകത്ത് കൊടുക്കുന്നത്. അതിൻ്റെ ഒപ്പം എന്ത് ചേർത്തു? ഇവർക്ക് ഏറ്റവും ലാഭകരമായിട്ടുള്ള ഒരു ടോയ്. അതിൻ്റെ ഒപ്പം എന്ത് ചേർത്തു? ആർക്കും വേണ്ടാത്ത ഒരു സാഷെ പാക്കറ്റ് ജ്യൂസ്. ആരും കുടിക്കത്തില്ല. കോമ്പിനേഷൻ. കിൻഡർ ജോയ് എന്താ? ഒരു സൈഡിൽ ചോക്ലേറ്റ്, അപ്പുറത്തെ സൈഡിൽ ടോയ്. മൊബൈൽ എടുക്കുകയാണ്. പണ്ട് നമുക്ക് മൊബൈൽ മാത്രമായിട്ട് കിട്ടുമായിരുന്നു.
ഇപ്പൊ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേന് ചോദിക്കാൻ, സാറേ ഡിസ്പ്ലേക്ക് 2 വർഷത്തെ വാറന്റിയും കൂടെ ചേർത്തെടുക്കുകയാണെങ്കിൽ ഇത്രേ വരത്തുള്ളൂ. ഇൻഷുറൻസ് ഏതിന്? മൊബൈലിന്. എന്താ ഒരു പ്രൊഡക്റ്റും ഒരു സർവീസും കൂടെ കമ്പൈൻ ചെയ്തു. ഇലക്ട്രോണിക്സ് എടുക്കാൻ ചെല്ലുമ്പോൾ, AC എടുക്കാൻ ചെല്ലുമ്പോൾ സ്റ്റെബിലൈസർ കോംബോ. ഇനി അതല്ലെങ്കിൽ AC എടുക്കുമ്പോൾ ഇൻസ്റ്റലേഷൻ കോംബോ. AC എടുക്കുമ്പോൾ ഇൻസ്റ്റലേഷനും സ്റ്റെബിലൈസറും അടുത്ത 2 വർഷത്തേക്ക് അല്ലെ 3 വർഷത്തേക്കുള്ള AMC ആനുവൽ മെയിൻ്റനൻസ് സർവീസും കൂടെ ചേർത്ത്, വാറന്റിയും കൂടെ ചേർത്ത് ഒരു കോംബോ. എന്താ നമ്മുടെ തലയിൽ ഇതൊന്നും തോന്നാത്തെ? നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പ്രൊഡക്ട്സുകളെ സർവീസുകളെയും കൂടെ എടുത്തു വെച്ചിട്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിനെ ഒന്ന് കൂട്ടിക്കെട്ടിക്കൂടാ? എന്തെങ്കിലും ചെലവുണ്ടോ? കോമ്പിനേഷന് എന്തെങ്കിലും ചെലവുണ്ടോ? പിന്നെ എന്തുകൊണ്ട് നമ്മൾ ഇത് ചെയ്യുന്നില്ല? നമ്മൾ ആസ് എ കസ്റ്റമർ ഇതെല്ലാം വാങ്ങിച്ചു കൂട്ടുന്നുണ്ട്, ബട്ട് നമ്മൾ ആസ് എ സെല്ലർ എന്തുകൊണ്ട് ഇതൊന്നും കണ്ണിൽ കാണുന്നില്ല? നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ബിസിനസ്സുകാരന്റെ ബാക്ക് ഓഫ് ദ മൈൻഡിൽ എപ്പോഴും ഒരു വിദ്യാർത്ഥി ഉണ്ടായിരിക്കണം. നമ്മളുടെ ഇൻഡസ്ട്രിയിൽ നമ്മളുടെ കോമ്പറ്റീറ്റേഴ്സ് ചെയ്യുന്ന കാര്യം ആ സ്ട്രാറ്റജി നോക്കി അടിച്ചു മാറ്റി ചെയ്യുന്നതിലല്ല കാര്യം. മറ്റ് ഇൻഡസ്ട്രിയിൽ നടക്കുന്ന കാര്യങ്ങൾ, അവിടുത്തെ ഓഫറുകൾ, അതെങ്ങനെ എൻ്റെ ഇൻഡസ്ട്രി കൊണ്ടുവരാം, അല്ലെങ്കിൽ എൻ്റെ ബിസിനസ്സിൽ കൊണ്ടുവരാം. അപ്പം ഉണ്ണിയേട്ടന്റെ ഫർണിച്ചർ ബിസിനസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഓഫറിന്റെ പരസ്യം കണ്ടിട്ട് ഉണ്ണിയേട്ടൻ നമ്മുടെ മീറ്റിങ്ങിന് വന്നപ്പോൾ ഒരു ബ്രോഷർ കൊണ്ടുവരികയാണ്. സാറേ ഇതാണ് നമ്മളുടെ വിഷു ഓഫർ. അപ്പൊ അതിൻ്റെ അകത്തൊരു ഓഫർ കാണുന്നു. ഈ ഓഫർ സെറ്റ് ചെയ്തിരിക്കുന്ന രീതി നോക്കുന്നു. നോക്കിയിട്ട് നമ്മൾ ആലോചിക്കുകയാണ്, എൻ്റെ സോഫ്റ്റ്വെയർ ബിസിനസ്സിൽ ഇതെങ്ങനെ നടപ്പാക്കാം? ഇതേ കാര്യം ലുലുവിൽ സവാളയ്ക്ക് ഇട്ടിരിക്കുന്ന ഓഫർ, ഈ ഓഫർ എങ്ങനെയാണ് അവർ ഇട്ടിരിക്കുന്നത്? ഇതെങ്ങനെ എനിക്ക് കൊടുക്കാം? എൻ്റെ IT ബിസിനസ്സിൽ എങ്ങനെ ചെയ്യാം? ഫാർമസി ചെന്നപ്പോൾ അവിടെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഓഫർ, ഇത് എൻ്റെ ട്രാവൽ ബിസിനസ്സിൽ എങ്ങനെ ഈ ഓഫർ സെറ്റ് ചെയ്യാം? യു വിൽ ബിക്കം ദ ഗെയിം ചേഞ്ചർ. ആ ഇൻഡസ്ട്രി തന്നെ ഡിസ്ട്രപ്റ്റ് ചെയ്യുന്ന, മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു തോട്ടായിരിക്കും. അത് എങ്ങനെ എൻ്റെ ബിസിനസ്സിൽ, എൻ്റെ ഇൻഡസ്ട്രിയിൽ നടപ്പാക്കാൻ പറ്റുമെന്ന ഒരൊറ്റ ചിന്ത മതി. ഒരൊറ്റ ചിന്ത. ആ ചിന്തയിലാണ് ഇന്ന് നമ്മൾ കാണുന്ന പലതും, നമ്മൾ വാങ്ങിച്ചു കൂട്ടുന്ന പലതും ഈ കോമ്പിനേഷൻ എന്ന അസറ്റ്, ആ ലിവർ ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുത്തതാണത്. ഇവിടുത്തെ ഗുണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് കസ്റ്റമറെ കൂടുതൽ കമ്പല് ചെയ്യുന്നതായിരിക്കണം. അവർക്ക് ഈ ഓഫർ ഒരു ഇറസിസ്റ്റബിൾ ഓഫർ ആയിട്ട് മാറും. എഴുതിക്കോ, ഇറസിസ്റ്റബിൾ. അവർക്ക് എതിർക്കാൻ പറ്റാത്ത ഓഫർ ആയിട്ട് മാറും അത്. കാരണം ഞാൻ AC മേടിക്കുന്നു, എനിക്ക് കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ എന്തായി? ആ ഇൻസ്റ്റാളേഷൻ എന്ന് പറയുന്നത് ഇറസിസ്റ്റബിൾ ആണ്. കസ്റ്റമർക്ക് അത് എതിർക്കാൻ പറ്റില്ല. സ്റ്റെബിലൈസർ വേണ്ട എന്ന് കസ്റ്റമർക്ക് പറയാൻ പറ്റത്തില്ല. നമ്മൾ എന്തുകൊണ്ടാ, നമ്മുടെ നാട്ടിൽ ഒരു തിയേറ്റർ ഉണ്ട്, ഇപ്പുറത്തൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു മാളുണ്ട്. നമ്മൾ എവിടെ പോയേ സിനിമ കാണത്തുള്ളൂ? മാളിലേ പോകത്തുള്ളൂ. കാരണം എന്താ? ഇവിടെ ബണ്ടിലാണ്. അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോൾ അതിന്റെ ഫ്രണ്ടിൽ അവിടെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അവിടെ നിന്ന് വേണമെങ്കിൽ ഒക്കെ പഴവും പച്ചക്കറിയും പാലും മേടിക്കാം നാളത്തേക്കുള്ള. സിനിമ കണ്ടിട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഫാമിലി ആയിട്ടാ പോകുന്നത്. ഈ മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ ഫുഡ് കോർട്ട് ഉണ്ട്. അവിടുന്ന് തന്നെ വണ്ടി ഒരേ സ്ഥലത്ത് ഇട്ടിരുന്നാൽ മതി, നേരെ മുകളിലോട്ട് കയറി അവിടുന്ന് ഫുഡ് കോർട്ടിൽ നിന്ന് ഫുഡും കഴിച്ചിട്ട് രാത്രി തിരിച്ചു വരാം. നമ്മൾ മാളിലേ പോകത്തുള്ളൂ. വൈ മാൾ? ബണ്ടിൽ കിട്ടും, കോമ്പിനേഷൻ കിട്ടും. നമ്മൾ അങ്ങനെ ആണെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സും അങ്ങനെ ആയിരിക്കത്തില്ലേ? എന്താണ് ഈ പ്രൊഡക്റ്റ് മേടിച്ച് കഴിയുമ്പോൾ കസ്റ്റമർക്ക് എന്താവശ്യം വരും? അടുത്തത് ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ച് കഴിയുമ്പോൾ ഇത് കഴിഞ്ഞിട്ട് അടുത്തത് എന്ത് വേണ്ടി വരും? അപ്പോഴാണ് ഓക്കെ, കാറ് മേടിക്കുന്നു. കാർ എടുക്കുന്ന ഏതൊരാൾക്കും ഇൻഷുറൻസ് എടുത്തേ പറ്റൂ. അതിന് RTOയുടെ റോഡിന്റെ ടാക്സും കാര്യങ്ങളൊക്കെ അടച്ചേ പറ്റൂ. അതിന് കുറച്ച് ആക്സസറീസും കൂടെ ആഡ് ചെയ്തേ പറ്റൂ.
ഷോറൂമുകാർ ഇത് മനസ്സിലാക്കി. ഈ വണ്ടി എടുക്കുന്ന ഒരാള് ഇത് ഇതുപോലെ അങ്ങ് യൂസ് ചെയ്യാൻ പോവല്ല, ഇതിന് ശേഷം ഇവർക്ക് എന്തൊക്കെയോ ആവശ്യങ്ങൾ വരുന്നുണ്ട്. ആ ആവശ്യങ്ങൾ എന്തൊക്കെ എന്ന് കണ്ടുപിടിച്ചു. അത് കണ്ടുപിടിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഷോറൂമിൽ നിൽക്കുന്ന സെക്യൂരിറ്റി ചേട്ടൻ കണ്ടുപിടിച്ച ഒരു കോമ്പിനേഷൻ ഉണ്ട്. എന്താ അത്? നാരങ്ങ. 4 നാരങ്ങയ്ക്ക് ഈ ലോകത്ത് വേറെങ്ങും ഇല്ല, അവിടെ മാത്രമേ ഉള്ളൂ 100 രൂപ. ഒരു നാരങ്ങയുടെ വില 25 രൂപ, ഏറ്റവും കുറഞ്ഞതാണേ. പിന്നെ ആ വണ്ടി എടുക്കുന്ന സന്തോഷത്തിൽ ചിലർ 500 രൂപ കൊടുക്കും, ചിലർ 1000 രൂപ കൊടുക്കും. കാരണം ആ വണ്ടിയുടെ പ്രൊട്ടക്ഷൻ മുഴുവൻ ഈ 4 നാരങ്ങയ്ക്കകത്താണല്ലോ. ആരാ അത് കണ്ടുപിടിച്ച്? ആ സെക്യൂരിറ്റി ചേട്ടൻ. ആ സെക്യൂരിറ്റിക്ക് ആ ഷോറൂമിൽ നിന്ന് കിട്ടുന്ന ശമ്പളത്തെക്കാൾ കൂടുതൽ ഈ 4 നാരങ്ങയുടെ കച്ചവടത്തിൽ നിന്ന് കിട്ടുന്നുണ്ടെന്നേ. അപ്പം അടുത്തത് എന്താണ് ഇവർക്ക് ആവശ്യമെന്ന് മുൻകൂട്ടി കാണുന്നിടത്താണ് ബിസിനസ്സുകാരന്റെ ലാഭം ഇരിക്കുന്നത്. ഒരു കട്ടില് മേടിക്കുന്നവൻ അതിലേക്ക് ബെഡ് വേണമെന്നും ആ ബെഡിന്റെ അകത്തേക്ക് 2 തലയണ വേണമെന്നും ആ തലയണയിലേക്ക് 2 കവറ് വേണമെന്നും ഈ ബെഡിലേക്ക് ഇടാനായിട്ട് ബെഡ്ഷീറ്റ് വേണമെന്നും അവിടെ ഫ്ലോറിലേക്ക് ചവിട്ടുന്ന സ്ഥലത്ത് അവിടെ ഒരു ഫ്ലോർ മാറ്റ് വേണമെന്നും മുൻകൂട്ടി കാണാൻ നമുക്ക് പറ്റണം. അങ്ങനെയാണ് കോംബോ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് കോംബോ ഉണ്ടാകുന്നത്. ആക്ച്വൽ പ്രൊഡക്റ്റിനേക്കാൾ കൂടുതൽ ആവശ്യമായിരിക്കും കസ്റ്റമർക്ക് ഈ പറയുന്ന കോമ്പിനേഷനിൽ വരുന്ന സാധനം. അതാണ് അതിന്റെ രസം. ഈ കോമ്പിനേഷനിൽ വരുന്ന ആ ബണ്ടിലിൽ വരുന്ന സാധനങ്ങൾ ഇല്ലെങ്കിൽ ഇത് യൂസ്ലെസ്സാ. കട്ടില് മേടിക്കുന്നു, മെത്തയില്ലെങ്കിൽ ഇതേ കിടക്കാൻ പറ്റുമോ? അപ്പം ഈ കോമ്പിനേഷൻ ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കസ്റ്റമറുടെ ബുദ്ധിമുട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. കസ്റ്റമർ ഇനി ഇവിടുന്ന് കട്ടിലുമേ, ഉണ്ണിയേട്ടന്റെ അടുത്ത് വന്ന് ഞാൻ കട്ടില് മേടിച്ച ഞാൻ ഇനി ഇതിന്റെ മാട്രസ് മേടിക്കാൻ വേണ്ടിയിട്ട് അടുത്ത കടകളിൽ തിരക്കി നടക്കേണ്ടി വരരുത്. സൈഡ് ടേബിളിൽ വെക്കാനുള്ള ബെഡ് ലാമ്പ് അത് അന്വേഷിച്ച് ഞാൻ ഇനി ഇലക്ട്രോണിക്സ് കടകളിൽ നടക്കേണ്ടി വരരുത്. ഇനി ബെഡ് ലാമ്പിന്റെ അകത്തിടുന്ന ബൾബ് ഇത് അന്വേഷിച്ച് അടുത്ത ഒരു കടയിൽ ഞാൻ പോകേണ്ടി വരരുത്. ഇത് യു ഷുഡ് ബി ഏബിൾ ടു പ്രെഡിക്റ്റ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ മക്കളുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവും ഞാൻ ഈ പറയുന്നത്. ഏത് പുല്ല് ടോയ് മേടിച്ചോണ്ട് വന്നാലും വീട്ടിൽ വന്ന് കയറുമ്പോഴത്തേനും ഒരു അലമ്പ. എന്താ സംഭവം? ഇവന്മാർ ഈ തന്നുവിട്ട സാധനത്തിന്റെ അകത്ത് ബാറ്ററി ഇല്ല. എടാ 1000 രൂപ മേടിച്ചു ആ ടോയ്ക്ക്, നീ 50 രൂപയും കൂടെ എൻ്റെ കയ്യിൽ അഡീഷണൽ മേടിച്ചിട്ട് ഈ റിമോട്ടിന്റെ അകത്ത് ഇടുന്ന 2 ബാറ്ററിയും കൂടി ഇട്ട് തരണ്ടായിരുന്നോടാ നീ. ഭയങ്കര സന്തോഷത്തിൽ കൊണ്ടുവന്ന് പിള്ളേരുടെ കയ്യിലോട്ട് പൊട്ടിച്ചു കൊടുക്കും. എടുത്തു കഴിയുമ്പോഴാണ് അറിയുന്നത് ഇതിൻ്റെ അകത്ത് ബാറ്ററി ഇല്ലെന്ന്. പിന്നെ നമ്മൾ ക്ലോക്കിന്റെ അകത്തുനിന്നും ടിവിയുടെ റിമോട്ടിന്റെ അകത്തുനിന്നും ഓരോന്ന് എടുത്ത് ഇട്ടുകൊണ്ട് ഇതൊക്കെ ഡെയിലി ജീവിതത്തിൽ നടക്കുന്നതാണ്. ഒരു ടോയ് ഷോപ്പിൽ ഇരിക്കുന്നവനും ചിന്തിക്കുന്നില്ല ഇത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റത്തില്ല, ഇതിൻ്റെ അകത്ത് ബാറ്ററി ഇടണം എന്നുള്ളത്. ഇവിടെ പിന്നെ ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ എങ്ങനെ ചെലവാക്കിക്കാമെന്ന് ചിന്തിക്കുന്ന നാടാണ് നമ്മുടെ. പൊട്ടിച്ച് 2 ബാറ്ററി ആയിട്ട് തരത്തൊന്നുമില്ല, 10 എണ്ണത്തിന്റെ ഒരു ബണ്ടിൽ എടുക്കണം. അപ്പോൾ ഒരു ടോയ് മേടിച്ചാൽ 10 ബാറ്ററിയും കൂടെ മേടിച്ചുകൊണ്ട് പോയിക്കോണം. ബാറ്ററി കച്ചവടം ഇവിടെ നടക്കുന്നത്. കസ്റ്റമർ ഈ പ്രൊഡക്റ്റ് മേടിച്ചിട്ട് അതങ്ങ് യൂസ്ലെസ് ആയി മാറുകയാണ്, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അസച്ച് ഇവൻ ഇത് മേടിച്ചോണ്ട് പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കുന്നില്ല വിൽക്കുന്നവൻ. ഇല്ലെങ്കിൽ ആ കൗണ്ടറിൽ ഇരിക്കുന്ന ചേച്ചി ചോദിക്കും, സാറേ ഇതിൻ്റെ അകത്ത് ബാറ്ററി ഇല്ല, നമുക്ക് ബാറ്ററിയും കൂടെ ഇടട്ടെ, ഞാൻ 2 ബാറ്ററിയും കൂടെ അതിൻ്റെ അകത്ത് വെക്കട്ടെ, അതിന് 40 രൂപ ആവും. എടുക്കുക ചേച്ചി. 400 രൂപയ്ക്ക് ടോയ് മേടിച്ച് എനിക്കാണോ 40 രൂപയ്ക്ക് 2 ബാറ്ററി മേടിക്കാൻ പറ്റാത്തത്? ഇതൊക്കെ നടക്കുന്നതാണോ ജീവിതത്തിൽ? എങ്കിൽ എൻ്റെ ചോദ്യം, നിങ്ങളുടെ കസ്റ്റമർ നിങ്ങളുടെ പ്രൊഡക്റ്റ് മേടിച്ചുകൊണ്ട് പോയതിന് ശേഷം എവിടൊക്കെ ബുദ്ധിമുട്ടുന്നുണ്ടാകും, എന്തൊക്കെ കാര്യങ്ങളിൽ, അത് നിങ്ങളുടെ ഷെൽഫിൽ തന്നെ ഇരിപ്പുണ്ട്. അതാണ്, അപ്പുറത്തെ ഷെൽഫിൽ ഇരിപ്പുണ്ട്. ഇത് ഉപയോഗിച്ച് തുടങ്ങുന്നിടം വരെ കസ്റ്റമർക്ക് അറിയില്ല ഇതെങ്ങനെയാണ് അവർക്ക് ഉപകാരപ്പെടാൻ പോകുന്നതെന്ന്. അത് നമുക്കേ അറിയൂ. ഇവർക്ക് ഇനി എന്തൊക്കെ ആവശ്യം വരുമെന്നും ഇവർക്ക് ഇതൊക്കെ കൊണ്ട് എങ്ങനെയാണ് ഉപകരിക്കാൻ പോകുന്നതെന്നും നമുക്കേ അറിയൂ. നമ്മളത് ഉണ്ടാക്കി കൊടുക്കണം. അപ്പൊ എന്തായി? ഈ ആക്ച്വൽ പ്രൊഡക്റ്റിനേക്കാൾ ഞാൻ ചോദിക്കുകയാണ്, ഒരു ടോയ് റിമോട്ട് കാറ് ഞാൻ മേടിച്ചു കുഞ്ഞൂട്ടന് വേണ്ടി, ഞാൻ മേടിച്ചു വീട്ടിൽ കൊണ്ടുവന്ന് കഴിയുമ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഈ ടോയ് ഈസ് യൂസ്ലെസ് വിത്തൗട്ട് ദാറ്റ് ബാറ്ററി. സോ ആക്ച്വൽ പ്രൊഡക്റ്റ് ആണോ കസ്റ്റമറെ സംബന്ധിച്ച് ഇമ്പോർട്ടൻറ്റ്, അതോ ഈ ബണ്ടിൽ വരുന്ന സാധനമാണോ? ദിസ് കോംബോയിൽ വരുന്ന ഷാംപൂ ആണ് കസ്റ്റമർ മേടിക്കുന്നത്. പക്ഷേ ഈ ഷാംപൂ തേച്ച് കഴിയുമ്പോഴാണ് അയ്യോ അത് കണ്ടീഷണറും കൂടി ഇടാതെ എങ്ങനെയാണ് മുടി സെറ്റ് ആവുന്നത്? ഷാംപൂ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കഴുകിക്കഴിഞ്ഞാൽ അടുത്ത കണ്ടീഷണറാണ് ഇവർ ഇടാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ ഷാംപൂ കച്ചവടക്കാരന് പറ്റണം. ഇല്ലെങ്കിൽ അവൻ ഷാംപൂ മാത്രം കൊടുത്തോണ്ടിരിക്കും.
ഫ്രൈഡ് ചിക്കൻ കഴിക്കുന്ന ഒരാൾക്ക് അതിന്റെ ടേസ്റ്റിനനുസരിച്ചിട്ട് പെപ്സിയോ കോക്കോ വേണം എന്ന് അവർ മുൻകൂട്ടി കാണുന്നതാ. ഇല്ലെങ്കിൽ ഇത് തൊണ്ടയ്ക്കിരിക്കുമ്പോൾ ഇറങ്ങത്തില്ല. അവർക്കറിയാം. KFC-യുടെ ഒക്കെ സാധനം വീട്ടിൽ വരുമ്പോൾ എങ്ങനെയാ, അതിൻ്റെ അകത്ത് പ്ലേറ്റ് ഉണ്ടാകും, പേപ്പർ പ്ലേറ്റ് ഉണ്ടാകും, ടിഷ്യൂ ഉണ്ടാകും, ആണോ, കെച്ചപ്പ് ഉണ്ടാകും. നിങ്ങൾ വിചാരിക്കുന്നത് എന്താ ഇതൊക്കെ ഫ്രീ ആണെന്നാ? ആ കെച്ചപ്പും ഈ പേപ്പർ പ്ലേറ്റും ആ ടിഷ്യൂവും ഇതിനെല്ലാം ചേർന്നിട്ടാണ് നമ്മുടെ കയ്യിൽ നിന്ന് ആ പൈസ മേടിച്ചിരിക്കുന്നത്. ഫോർ ദം ദാറ്റ് കോംബോ ഈസ് ദെയർ പ്രൊഡക്റ്റ്. ആ ടിഷ്യൂ ഉൾപ്പെടെയുള്ള ആ കെച്ചപ്പ് ഉൾപ്പെടെയുള്ള ഐറ്റംസ് ചേരുന്നതാണ് അവരുടെ പ്രൊഡക്റ്റ്. ആണോ? എന്തിനാ കെച്ചപ്പ് കൊടുത്തുവിടുന്നത്? എന്തിനാണ് ആ ടിഷ്യൂ കൊടുത്തുവിടുന്നത്? ഇവർ വണ്ടിക്കകത്ത് ഇരുന്നായിരിക്കും കഴിക്കുന്നത്, ചിലപ്പോൾ ഹോട്ടലിൽ ഇരുന്നായിരിക്കും കഴിക്കുന്നത്, ചിലപ്പം റൂമിൽ ഇരുന്നായിരിക്കും കഴിക്കുന്നത്, ചിലപ്പോൾ തിയേറ്ററിൽ ഇരുന്നായിരിക്കും. കൈ കഴുകാൻ പോവാൻ ചിലപ്പോൾ അവിടെ ഫെസിലിറ്റി ഉണ്ടാവില്ല, അപ്പൊ കൈ തുടയ്ക്കണം. ഇത് ആന്റിസിപ്പേറ്റ് ചെയ്തതാണ് അവർ മുൻകൂട്ടി കണ്ടതാണത്. അങ്ങനെയാണ് കസ്റ്റമർസ്, ഇതിനെയാണ് കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത്. ഞാൻ ഒരു പ്രാവശ്യം കുമരകത്ത് ഒരു റിസോർട്ടിൽ പോയി ചെന്നപ്പോ അവർ പറയാണ്, സാർ ഞങ്ങൾക്ക് ഡിന്നർ മാത്രമേ ഉള്ളൂ, ലഞ്ച് ഇല്ല. എടാ ഞാൻ ഇനി എവിടെ പോകാനടാ ലഞ്ച് കഴിക്കാൻ? ഞാൻ എവിടെ പോയി കഴിക്കണമെന്ന് നീ പറ. സാറേ റൂം മാത്രമേ ഉള്ളൂ, ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. എനിക്ക് റൂം എടുക്കുന്നവന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചേ പറ്റൂ, ഞാൻ എവിടെ പോണോടാ? അപ്പൊ ഇനിയും നിങ്ങൾ നോക്കണം, ആ ബണ്ടിലിൽ ആ പോയ സമയത്ത് നമുക്ക് എന്തുണ്ടായിരുന്നു? ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. ആ ദിവസം മനസ്സിലാക്കി നമ്മൾ നിന്നിരുന്ന ഹോട്ടലിലും നമ്മൾ ചെല്ലുന്ന സ്ഥലങ്ങളിലും ഒക്കെ ഈ വന്നിരിക്കുന്നത് വെഡിങ് ആനിവേഴ്സറിയുമായി ബന്ധപ്പെട്ട ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെന്നിടത്തെല്ലാം ബൊക്കെ ഉണ്ടായിരുന്നു, ചെന്നിടത്തെല്ലാം കേക്ക് ഉണ്ടായിരുന്നു, ചെന്നിടത്തെല്ലാം വൈൻ ബോട്ടിൽ കൊണ്ട് തരുന്നുണ്ടായിരുന്നു. സർ മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ഇത് ആരിസിക്ക പ്രെഡിക്റ്റ് ചെയ്തതാണ്. എന്നിട്ട് നിങ്ങൾ എനിക്ക് വേണ്ടി അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചതാണ് ഇതൊക്കെ. മോസ്കോയിൽ നിന്ന് സെയിന്റ് പീറ്റേഴ്സ്ബർഗിലേക്ക് എത്തുമ്പോൾ അവിടെ പുതിയ ഒരു രാജ്യം പോലെയാണ്. അവിടെ എന്തൊക്കെ വേണ്ടി വരും, ഇതെല്ലാം കൂടെ ചേർത്തൊരു കോംബോ ആക്കി ഒറ്റ പാക്കേജ്. ആരിസയ്ക്ക് ഞാൻ ഒരൊറ്റ പേയ്മെന്റാ തന്നെ, ആണോ? ദുബൈയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാൻ എയർപോർട്ടിൽ എത്തുന്നിടം തൊട്ട് തിരിച്ച് ദുബൈ എയർപോർട്ടിൽ എത്തുന്നിടം വരെയുള്ള മുഴുവൻ കാര്യങ്ങളും ചേർത്തിട്ടുള്ള ഒരു പാക്കേജ് ബണ്ടിൽ. ഇല്ലെങ്കിൽ ആസ് എ ക്ലയന്റ് എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടാവും ആ 8 ദിവസത്തെ യാത്രയിൽ. സോ ഈ കോംബോ ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതാണ് റിയൽ കസ്റ്റമർ കെയർ. നിങ്ങളുടെ പ്രൊഡക്റ്റിനൊപ്പം കൊടുക്കേണ്ട ഒരു സാധനം കസ്റ്റമർക്ക് കൊടുത്തില്ലെങ്കിൽ അത് നിങ്ങൾ അവരോട് ചെയ്യുന്ന ദ്രോഹമാണെന്നേ. വണ്ടി ഇറക്കുന്ന സമയത്ത് ഷോറൂമിൽ നിന്ന് അവിടുന്ന് തന്നെ അതിന്റെ ഇൻഷുറൻസ് സെറ്റ് ചെയ്ത് തരിക, അവിടുന്ന് തന്നെ അതിന്റെ ഫിനാൻസ് സെറ്റ് ചെയ്ത് തരിക, അവിടെ നിന്ന് തന്നെ അതിന്റെ ആക്സസറീസ് തരിക, അവിടെ നിന്ന് തന്നെ അതിന്റെ RTA പരിപാടി തീർത്ത് നമുക്ക് തരിക. ഇതാണ് എനിക്ക് വേണ്ടത്. ഞാൻ വരുന്നത് എനിക്ക് വണ്ടി ഇറക്കണം. അല്ലാതെ വണ്ടി ഇറക്കുന്ന ദിവസം ഞാൻ എല്ലാം സംഭവമൊക്കെ റെഡിയാക്കി വന്നപ്പോൾ പറയാണ്, സാറേ അതെ അപ്പുറത്ത് ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് ഉണ്ട്, അവിടെ പോയൊരു ഇൻഷുറൻസ് എടുത്തോണ്ട് പോവാ കേട്ടോ. അതെടുത്തോണ്ട് വന്നപ്പോൾ സാറേ ഇത് അപ്പുറത്ത് RTA ഓഫീസുണ്ട്, RTO ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അവിടെ കൊണ്ടുപോയി വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്ന് കാണിച്ച് അവിടുന്ന് ഇതിന്റെ ഇൻഷുറൻസ് ഒക്കെ റോഡ് ടാക്സ് ഒക്കെ അടച്ചിട്ട് പോരാ കേട്ടോ. ഇത് കഴിഞ്ഞ് വരുമ്പോൾ പറയാണ്, സാറേ പിന്നെ ഇതിൻ്റെ അകത്ത് ഈ മാറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, മാറ്റ് കിട്ടുന്നത് ഇന്ന കടയിലാണ്, സ്റ്റിയറിംഗ് കവർ അത് ഇന്ന കടയിൽ കിട്ടും, ഇത് ഇന്നടുത്ത് കിട്ടും, സാർ പോയി മേടിച്ചോണ്ട് പോവാ കേട്ടോ. പ്രാന്ത് പിടിക്കൂടാ. ഇന്ന് നമ്മളിൽ പലരും ഇങ്ങനെ കസ്റ്റമറായിട്ട് വട്ടം കറക്കിക്കൊണ്ടിരിക്കുകയാണ്.